ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് സിംഗപ്പൂരിലെ ഫുള്ള് വിശേഷങ്ങളായിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത്. ഓരോ ദിവസമായിട്ട് ഞാൻ സിംഗപ്പൂരിലെ ഓരോ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിന്ന് പോകുന്നത് ഇവിടെ ഒരു അടുത്ത് തന്നെ ബുക്കിംഗ് കോമ്പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ചെറിയൊരു ഗാർഡനും കാര്യങ്ങളും ഒരു പാറമടയും സെറ്റപ്പൊക്കെ ഉണ്ട്. ഞാനപ്പോൾ അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്നും കൊണ്ട് കാണിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് അവിടുത്തെ വിശേഷം. ഞാനാണെങ്കിൽ റൂമിൽ നിന്ന് എനിക്ക് നടന്നു പോകാനുള്ള ദൂരമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ബസ്സുണ്ട്, MRT ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിപ്പോൾ 3 കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നു പോകാനുണ്ട്. ഞാൻ പിന്നെ നടന്നാണ് പോകുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് നടന്ന് ഇതാകുമ്പോൾ നമുക്ക് നടക്കാൻ വാക്കിംഗ് ഏരിയ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ചില്ലായിട്ട് നടന്നു വരാൻ പറ്റിയൊരു സ്ഥലവുമാണ്, തണലുമാണ്. ഭയങ്കര വെയിലോ കാര്യങ്ങളൊന്നുമില്ല. ഞാനിതിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ടൈം 2:45 3 മണിക്കാണ് ഞാൻ 2 മണിക്കാണ് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയത്. ഇതിപ്പോൾ ഞാൻ എത്താറായി ആ സ്ഥലത്ത്. നമ്മളപ്പോൾ പാർക്കിൻ്റെ ഇവിടെ എത്താൻ ഇവിടുന്ന് കുറച്ചും കൂടെ നടന്നു പോകണം. ഞാനൊന്നാമത് എൻ്റെ റൂമിൻ്റെ അവിടെ നിന്ന് ഞാൻ നടന്നാണ് വന്നത്. 2.5-3 കിലോമീറ്ററോളം മൊത്തമുണ്ട്. അത് കാരണമാണ് ഇവിടെ എത്തിയപ്പോൾ കുറച്ച് നല്ല ടയർഡായിപ്പോയി നടന്നിട്ട്. ഞാൻ വേഗം നടന്നു പോകുന്നു. എന്താണെന്ന്, ഇന്നലെ ഞാനൊന്ന് ഇങ്ങോട്ട് വന്നായിരുന്നു. ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഇന്നലെ രാത്രി ആയിപ്പോയി വന്നത്. അപ്പോൾ എനിക്ക് ലൈറ്റ് കിട്ടിയില്ല, എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. ഇന്നൊരു ദിവസം കൂടി എനിക്ക് ഈ ഇവിടുത്തെ വീഡിയോസൊക്കെ എടുക്കാൻ ഇന്നേ പറ്റത്തുള്ളൂ. എന്താണെന്ന്, നാളെ ഡ്യൂട്ടിക്ക് പോകണം, പിന്നെ അടുത്ത ആഴ്ചയല്ലേ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. നടന്നു വന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളിവിടുത്തെ റോഡും കാര്യങ്ങളും അതേപോലെ ഈ ഏരിയ മൊത്തത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ അവിടുത്തെ ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് ഉള്ളേരിയ പോലത്തെ ഒരു സ്ഥലമാണ്. കുറച്ച് അകത്തേക്കുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് കുറച്ചും കൊണ്ട് പോകണം ടൗണിലേക്കൊക്കെ. പിന്നെ ഞാൻ ഈ നടന്നു വന്നിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ എല്ലായിടത്തും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ അവിടെ ഇവിടുത്തെ ഗവൺമെൻറ്റും എന്താ പറയുക, നമ്മുടെ അവിടുത്തെ മുനിസിപ്പാലിറ്റി പോലെയുള്ള ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും എല്ലാവരും ഭയങ്കര നീറ്റായിട്ട് ഇവിടെ കൊണ്ടു നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഇവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിൽ നമ്മുടെ കേരളത്തിലെ സെയിം ക്ലൈമറ്റാണ്. വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനിവിടെ വന്നിട്ട് ഞാൻ വയനാട്ടുകാരനാണ്. പക്ഷെ എനിക്ക് വയനാട്ടിൽ അത്ര കൂളിംഗ് ഇല്ലെങ്കിലും നമ്മളൊരു കോഴിക്കോട് മലപ്പുറമൊക്കെ നിൽക്കുന്നവർക്ക് ആ ഒരു ക്ലൈമറ്റാണ് ഇവിടെ. 28-30 വരുന്നത്. തണുപ്പ് വരുന്ന ടൈമിന് 25-24 വരെ വന്നിട്ടുണ്ട്. അത്രയൊക്കെ വന്നിട്ടുള്ളൂ. ഉണ്ടോ പാർക്കിൻ്റെ ഫ്രണ്ട് സൈഡിൽ കൂടെ അല്ല, ഫ്രണ്ട് സൈഡ് എനിക്ക് തോന്നുന്നു അപ്പുറത്താവുന്നു. ഇവിടെ 2 സൈഡിൽ അപ്പുറത്തും ഇതേപോലെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ മാപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് പാർക്കിൻ്റെ എവിടെയൊക്കെയാണ് എന്തൊക്കെയുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റേഡിയമൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് പോയിട്ട് എനിക്ക് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വരാം. ഇവിടെ ഞാനാണെങ്കിൽ നല്ല വേർത്ത് നടന്നിട്ട് അവിടെ ഇങ്ങനെ നടന്നു വന്നിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഇവർ ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്തോ കൊണ്ടു കിടക്കുന്നെല്ലാം. ഇത് സംഭവം പണ്ട് എന്തോ ഇവിടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചൊരു കോറിയാണ്. അത് ഒഴിവാക്കിയിട്ടത് അത് ഇവർ പാർക്കാക്കി എടുത്തു. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പണിയൊക്കെ ചെയ്ത് ഫുൾ അടിപൊളിയാക്കിയൊരു പാർക്ക്. എന്താ നോക്കിയേ,
നമ്മുടെ അവിടെയും കുറേ കോറികളൊക്കെ ഉണ്ട്. എന്ത് കാര്യമുള്ളൂ, ഇവിടെ ഒരു കോറീന് ഇവർ അടിപൊളിയായിട്ട് വന്ന് പിന്നെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനോ അല്ലെങ്കിൽ ഫുള്ള് റെസ്റ്റ് ചെയ്യാനോ എല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ഇതുണ്ട്. ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ കുറച്ച് പിള്ളേർ അവിടെ മീൻ പിടുത്തവും പരിപാടിയൊക്കെ. ഞാൻ ഇന്നലെ ഇത് കണ്ടോ, ഈ പാർക്കിൽ ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണും. ഈ കാണുന്ന ആ ഒരു ഏരിയയില്ലേ, ആ ഒരു ഏരിയയിൽ ഞാൻ ഇന്നലെ വന്നായിരുന്നു. ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ 7:30 ആ ടൈമായിപ്പോയി. എനിക്ക് ലൈറ്റ് മൊത്തം പോയി, ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാനപ്പോൾ അത് കാരണം ഇന്നെന്തായാലും ഓഫായ കാരണം ഞാൻ പിന്നെ ഇന്ന് ഇറങ്ങിയതാണ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ കഴിഞ്ഞ മഴയിലെങ്ങാണ്ട് ഇതായി വീണതാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ ആദ്യത്തെ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സംഭവമില്ലേ, ഇതിൻ്റെ ഇതായിട്ടുള്ള ഒരു ഫോട്ടോസൊന്നും ഇവർ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ മഴയിലെങ്ങാണ്ട് സംഭവിച്ചതാണ് തോന്നുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, എല്ലാ മാസം മഴയാണ്. ഞാൻ വന്നിട്ട് എല്ലാ മാസവും ഒരു 2-3 തവണ മഴ പെയ്യുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്ന സംഭവമില്ല. നമ്മുടെ അവിടുത്തെ പോലെ ഒരു 2 മാസം വേനൽ, അത് കഴിഞ്ഞ് കുറച്ച് കാലം മഴ, പിന്നെ എന്താ പറയുക മഞ്ഞ്, അങ്ങനെ ഒരു കാര്യമേ ഇവിടെ ഇല്ല. ഇവിടെ മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും മഴയുണ്ട്, എല്ലാ മാസവും വെയിലുണ്ട്, അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് ഇവിടെ. ഇവിടെ പിന്നെ എല്ലായിടത്തും നല്ല പച്ചപ്പാട്ടോ. അത് ഒന്നാമത് ഇവിടുത്തെ ഗവൺമെൻറ്റാണ് എല്ലാ റോഡ് സൈഡുകളിൽ കൂടിയും എല്ലായിടത്തും ഇവിടെ മരം മുറിക്കുന്ന പരിപാടി ഇവരില്ലാന്ന് തോന്നുന്നു. ഇവർ നല്ല രീതിയിൽ എല്ലാം മെയിൻറ്റെയിൻ ചെയ്താണ് കൊണ്ടു നടക്കുന്നത്. ഇവിടുത്തെ എല്ലാ മെയിൻ ഹൈവേകളാണെങ്കിലും ഉള്ളേരിയയിലുള്ള റോഡുകളാണെങ്കിലും റോഡിൻ്റെ 2 സൈഡിലും വലിയ വലിയ മരങ്ങളാണുള്ളത്. നേരത്തെ ഇവർ വെച്ച് പിടിപ്പിച്ച് അത്ര നല്ല രീതിയിലാക്കി കൊണ്ടു നടക്കുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇവിടെ 6 വരിപ്പാത 8 വരിപ്പാതയിലൊക്കെ ഉള്ളത് മരം എടുത്ത് മാറ്റുക ചെയ്യുക പണിയെടുക്കുമ്പോൾ. നമ്മുടെ അവിടെ എങ്ങനെയായിരുന്നു, നമ്മുടെ അവിടെ നല്ലതൊക്കെ കണ്ട് അപ്പം തന്നെ വെട്ടിമുറിച്ച് മാറ്റുക. അതേപോലെ ഇപ്പം നമ്മുടെ വയനാട്ടിലാണെങ്കിൽ ഒരു 50 ഏക്കർ സ്ഥലം മെഡിക്കൽ കോളേജിന് വേണ്ടി ഉണ്ടായിരുന്നു. ആ സ്ഥലത്തുള്ള മരമെല്ലാം മുറിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ മെഡിക്കൽ കോളേജ് വേണ്ട. ഇവിടെ ഉള്ളവരാണെങ്കിൽ എല്ലാം വെച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ, ആ ചെറിയൊരു രാജ്യം വയനാടിൻ്റെ ഒക്കെ പകുതിയേ ഉണ്ടാവത്തുള്ളൂ ഇത്, അത്രയൊക്കെ ഇത് കാണത്തുള്ളൂ. വയനാട്ടിലൊരു 3-ൽ 1 ഭാഗം, ഇപ്പോൾ 4-ൽ 3 ഭാഗം എന്ന് പറയാം, ആ ഒരു ലെവലിൽ ഉണ്ടാവും. എന്നെ അടിപൊളിയല്ലേ. സിംഗപ്പൂരിൽ ഇങ്ങനെ ഒരു സ്ഥലമുള്ളത് എനിക്ക് തോന്നുന്നു മലയാളികൾക്കൊക്കെ കുറച്ച് പേർക്കേ അറിയത്തുള്ളൂ. ഇതുപോലെ കുറേ സ്ഥലങ്ങളുണ്ട്. ഞാൻ പിന്നെ നമുക്ക് മെറീന കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോയിനെ പറ്റി ഞാൻ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവരും ഇടുന്നതാണ്. ഞാൻ പിന്നെ ഇങ്ങനെ എനിക്ക് നടന്നു പോയി ഓരോ ഇങ്ങനത്തെ ചെറിയ പാർക്കുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നതാണ് താല്പര്യം. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇടുന്ന കാര്യങ്ങൾ അത് ഞാൻ എടുക്കുന്നുണ്ട്. ഏതെങ്കിലും വലിയ ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി ഇടുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ ചാനലിൽ നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ സിംഗപ്പൂരിൽ ഇങ്ങനെയുള്ള എന്താ പറയുക ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങളും ബാക്കിയുള്ള ഏരിയയിലുള്ള കാര്യങ്ങളും സിംഗപ്പൂരിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. ഇനി വരുന്ന ടൈമിന് ഓരോ ദിവസങ്ങളായിട്ട് ഞാൻ ഓരോ സ്ഥലങ്ങളും ഓരോ കാര്യങ്ങളും നിങ്ങളെ സിംഗപ്പൂർ ഇതുവരെ ബാക്കിയുള്ളവരറിയാത്ത കുറേ കാര്യങ്ങൾ ഞാൻ എന്തായാലും ഇട്ട് തരുന്നുണ്ട്. ഞാൻ യൂട്യൂബിലാണെങ്കിലും ഞാൻ നോക്കിയായിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളോ കാര്യങ്ങളോ ഇതുപോലത്തെ കുറേ സ്ഥലങ്ങളുണ്ട്, അതിനെപ്പറ്റി ഒന്നുമില്ല. ഞാനപ്പോൾ ആ ഉള്ള സ്ഥലങ്ങളെല്ലാം കവർ ചെയ്ത് നമുക്ക് ഓരോ ദിവസം ഓരോ എപ്പിസോഡായിട്ട് നമുക്കിടാം. പിന്നെ എനിക്കാണെങ്കിലും ഇവിടെ ഇങ്ങനെ വരിക ഇങ്ങനെ നടന്നു പോവുക ഭയങ്കര പിന്നെ ഞാനിപ്പോൾ എൻജോയ് ചെയ്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. നമ്മൾ ഓരോ സ്ഥലത്ത് കൂടെ ഒക്കെ നടക്കുന്നു. ഇവിടെ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നമ്മുടെ നാട്ടിൽ പോലെ എന്ത് രസമാണ് ഇങ്ങനെ നടന്നിങ്ങനെ പോവുക. നമ്മൾ
ഭയങ്കര ഈ പ്രകൃതി ഇവർ അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. മൊത്തം കാണാനും നല്ല രസമാണ്. നമ്മളാണെങ്കിൽ നമുക്ക് ഈ വണ്ടിയിൽ വരണമെന്നൊന്നുമില്ല, നടന്നു പോയാൽ തന്നെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അത്രയും മനോഹരം, മൊത്തം പച്ചപ്പാ, നല്ല രസമാണ് കാണാൻ. അവിടെ ക്ലീനിങ്ങിൻ്റെ ചേട്ടന്മാർ ക്ലീനിങ്ങും പരിപാടിയൊക്കെ. ഇവിടെ ഡ്രോണ് പറത്താൻ പറ്റൂല, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഇടിമിന്നലും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓടരുതെന്ന് അതിൻ്റെയും ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഞാനിവിടം വരെ എത്തിയപ്പോഴത്തേക്ക് നല്ല വേർത്തു. ഇങ്ങനെ മഴ പെയ്തിട്ടോ, ഒന്ന് കുറച്ച് വെള്ളം കൂടിയിട്ടു. അയ്യോ, ഇവിടെ എല്ലാം ഇന്ത്യക്കാരാട്ടോ മൊത്തം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ സ്ഥലത്ത് ഓരോരുത്തരും ഇന്ത്യക്കാരുണ്ടാവും, ഇന്തോനേഷ്യക്കാരുണ്ടാവും, അങ്ങനെ ഒരുവിധം എല്ലാ ടീംസും ഇവിടെ ഉണ്ടാവും. ഇന്നത്തെ എല്ലാവരും ഒരുവിധ ആൾക്കാരും ഇവിടെ ഉണ്ടാവും. ഇവിടെ നിന്നല്ല, ഒരുവിധം എല്ലായിടത്തും ഇവർ നമ്മൾ ഈ വീക്കെൻഡ് അതേപോലെ ഓഫ് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ ഇവർ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുവാണ്. മിക്ക ആൾക്കാരും ഒരു നോ എൻട്രി ബോർഡ് എഴുതിയിട്ടുണ്ട് ഞാൻ, കാരണം പിന്നെ അങ്ങോട്ട് പോകുന്നില്ല. എന്തിനാ വെറുതെ ഫൈൻ മേടിക്കണം, നല്ല പൈസ ഫൈൻ അടിച്ച് തരുകയും ചെയ്യും. ഇത് 1998 ഈ കാണുന്ന സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. അത് കഴിഞ്ഞ് 2002 സിംഗപ്പൂർ അത്ലറ്റിക് അസോസിയേഷന് ഇവർ ഇത് സിംഗപ്പൂരിൻ്റെ ഇതിലേക്ക് മാറ്റി ചെയ്തു. അതുവരെ സിംഗപ്പൂരിൻ്റെ ആയിരുന്നു ഗവൺമെൻറ്. അത് പിന്നെ ഇവിടെ 8 ലൈനുള്ള ഇത് ഫുട്ബോൾ, ഇവിടെ ഒരുവിധം ഫുട്ബോൾ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നടക്കുന്ന അത്യാവശ്യം വലിയ സ്റ്റേഡിയം ഇത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ല അടിപൊളി സ്റ്റേഡിയം. കുറച്ചൊരു ഭക്ഷണം കഴിക്കലും എന്തൊക്കെയോ പരിപാടിയാണ് നമ്മളായിട്ട്. പിന്നെ ഇവിടെ ഈ സ്റ്റേഡിയത്തിൻ്റെ എൻട്രി ഭാഗമുണ്ട്. എൻട്രി ഭാഗത്ത് ഭയങ്കര അടിപൊളിയാട്ടോ കാണാൻ. ഞാൻ പിന്നെ അവിടെ നമ്മൾ പോയ സ്ഥലങ്ങളിൽ എല്ലായിടത്തും ചെന്ന് ഷൂട്ട് ചെയ്യലൊന്നും നടക്കത്തില്ല. ഞാനവിടെ എനിക്ക് കുറച്ച് ഭാഗം കൂടെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ടൊന്നും കയറി പോകാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിൽ എന്താ പറയുക, ഒരു മാനാഞ്ചിറ എന്നൊക്കെ പറയാം, കോഴിക്കോട് മാനാഞ്ചിറ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ കണ്ടത്. അവിടെ എല്ലായിടത്തും ഓരോ സ്ഥലത്ത് ഓരോ കപ്പിൾസും ഓരോ ടീംസൊക്കെ ആയിട്ട് കുറേ പേര് ഭക്ഷണം കഴിക്കുന്നു, കുറേ പേര് വേറെ രീതിയിൽ എൻജോയ് ചെയ്യുന്നു, കുറേ പേര് അവിടെ. അത് പിന്നെ ഞാനായിട്ട് അവിടെ പോയിട്ട് അത് മോശമായ കാരണം പിന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ നിന്നില്ല. ഞാൻ അവിടെ കുറച്ച് ഭാഗങ്ങൾ, പക്ഷേ അവിടെ നിന്ന് ആ മേലേക്ക് കയറിയിട്ട് നല്ലൊരു വിഷ്വലുണ്ടാവും. പക്ഷെ ഞാൻ ഇന്നലെ എടുത്തു വെച്ചിട്ടുണ്ട്, ഇന്നലെ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ വിഷ്വൽ. അതെന്തായാലും ഞാൻ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിടാം. അത് വൈകുന്നേരം ഞാൻ എടുത്തത്. ഇതുകൊണ്ട് ഇതും ഫുള്ള് മണ്ണ് വെച്ചിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. അന്നത്തെ കാലത്ത് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേഡിയം പോലെയല്ല, പക്ഷെ ഭയങ്കര നല്ല രസമാണ് കാണാൻ ഈ സ്റ്റേഡിയം. കയറുന്നതിന് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് പറയുമായിരിക്കും. എനിക്ക് എന്തായാലും ഇതൊന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മുടെ ഇത് പണ്ടുണ്ടാക്കിയിട്ടുള്ള കാരണം ഇന്നത്തെ കാലത്തുള്ള സ്റ്റേഡിയം പോലെയല്ല, പണ്ടത്തെ ഇരിക്കുന്ന രീതിയിലുള്ള ആ സെറ്റപ്പ് തന്നെ. ഇതൊക്കെ ഇത് വന്നു തന്നെ പണ്ട് പണിതതായിരിക്കണം, എനിക്കറിയാൻ പാടില്ല എങ്ങനെയാണ്. എന്തായാലും 98 പണിത സ്റ്റേഡിയമാണ്.
അന്ന് ആ തൊട്ടപ്പുറത്തായി ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും അവിടെ കോറിൻ്റെ ഇത് കണ്ടില്ല, ആ പാറയൊക്കെ പൊട്ടിച്ചെടുത്തത് തോന്നുന്നു. ഫുള്ള് കല്ല് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. മേലെ ആണെങ്കിലും മൊത്തത്തിൽ കല്ലിൻ്റെ വർക്കാണ് കാണുന്നത് ഈ സ്റ്റേഡിയത്തിൻ്റെ. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഇനി കാണാനൊന്നുമില്ല. ഇവിടെ നേരെ പുറത്തേക്ക് പോകാം. ഇവിടെ കുറച്ച് പേര് വർക്കൗട്ട് ചെയ്തിരിക്കുന്നവരുണ്ട്, പിള്ളേരാണെങ്കിലും. പിന്നെ അത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ. പിന്നെ വേറെ കുറച്ച് പേര് എന്താ പറയുക, ഭക്ഷണമൊക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ആ ഒരു പരിപാടിയും കാര്യങ്ങളും. ഇവിടെ നമുക്ക് കോയിൻ ഇട്ടിട്ട് ഇത് നമുക്ക് കാർഡ് ടാപ്പ് ചെയ്തിട്ടാണ്, കോയിൻ്റെ അല്ല. നമ്മൾ ഇത് അവിടെ ഏതാ നമുക്ക് വേണ്ട നമ്പറുണ്ട്, നമ്പറിലുള്ള സാധനങ്ങൾ എടുക്കുക, കാർഡ് ടാപ്പ് ചെയ്യുക. ക്യാഷ് വേണം കേട്ടോ, ക്യാഷ് ഉണ്ടെങ്കിൽ ടാപ്പ് ചെയ്തെടുക്കാം. ചില സ്ഥലത്ത് നമുക്ക് ക്യാഷ് ഇടാൻ പറ്റും. ഇത് പൈസ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യുക, സാധനം എടുക്കാം. ഇവിടെ ആ സെറ്റപ്പില്ല. ഇവിടെ ഉള്ളത് മൊത്തം കാർഡ് പേയ്മെൻറ്റാണ്. എനിക്കൊന്ന് നമ്മൾ MRT കാർഡ് അതും ഉപയോഗിക്കാം അവിടെ. MRT കാർഡ്, ATM, പിന്നെ നമ്മുടെ QR കോഡ് എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇവിടെ നമ്മുടെ അവിടെ ഉള്ള പോലെ ഓരോ കടയിൽ ഓരോ ആൾക്കാരകത്ത് പരിപാടിയൊന്നും ഇവിടെ കണ്ടിട്ടില്ല. എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം. ഇതിവിടെ ഈ കാണുന്ന പിന്നെ ഈ മൈതാനമില്ലേ, ഇവിടെ വൈകുന്നേരങ്ങളിലായി കഴിഞ്ഞാൽ ഒരുവിധം നല്ല ആൾക്കാരുണ്ടാവും കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മൂടലും കാര്യങ്ങളും ഈ 2-3 ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെയാണ്. അത് കാരണം തോന്നുന്ന ആൾക്കാരില്ലാത്ത. പക്ഷേ ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ഇവിടെ ഫുള്ള് ആൾക്കാരായിരുന്നു. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ഇന്നലെ മഴ പെയ്തിട്ട് കൂടെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ മഴയില്ലാത്ത ടൈമിന് നല്ല ആൾക്കാരുണ്ടാവണം ഇവിടെ. ഇത് ഇവിടെ നിന്നാണ് ഇതിൻ്റെ എൻട്രി വരുന്നത്. അവിടെ ഞാൻ ബോർഡ് കാണിച്ചു തരാം. നമ്മളിപ്പോൾ പോയ പാർക്കിൻ്റെ പേര് ബുക്കിറ്റ് ബാത്തോഗ് ടൗൺ പാർക്ക്. നമ്മൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഉള്ള സ്റ്റേഡിയത്തിൽ വന്നത്. സ്റ്റേഡിയത്തിൻ്റെ പേര് ബുക്കിറ്റ് കോംബാക്ക് സ്റ്റേഡിയമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ആണ്ടല്ലോ. ഇവിടുത്തെ പേരുകൾ കുറച്ച് കഷ്ടപ്പാടാണ്. എനിക്ക് പെട്ടെന്ന് പറയുമ്പോൾ കിട്ടത്തില്ല, നമ്മൾ നാവിൽ പെട്ടെന്ന് വഴങ്ങി വരുന്നില്ല. ഇതിവിടെ അത്യാവശ്യം വലിയ പാർക്കിംഗ് കേട്ടോ. പാർക്കിംഗ് ഏരിയേൻ്റെ ആണെങ്കിലും ഈ സൈഡുകളിലും കാര്യങ്ങളും എല്ലായിടത്തും. ഇത് ഈ കാണുന്നത് ബുക്കിംഗ് കോംബാക്ക് പിന്നെ MRT സ്റ്റേഷനാണ്. MRT സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങി നേരെ MRT സ്റ്റേഷൻ്റെ ബാക്ക് സൈഡ്, നമ്മൾ എൻട്രി ചെയ്തതിൻ്റെ ബാക്ക് സൈഡിൽ വന്നു കഴിഞ്ഞാൽ നേരെ ബുക്കിംഗ് കോംബാക്ക് സ്റ്റേഡിയത്തിൻ്റെ സൈഡിൽ കൂടെ നേരെ പോയി കഴിഞ്ഞാൽ പാർക്കിലേക്കാണ് പോകുന്നത്. ഞാൻ നേരത്തെ കാണിച്ച വിഷ്വൽസിലുള്ള പാർക്ക് അങ്ങോട്ടായിരിക്കും. നമ്മൾ പാർക്കിൻ്റെ നേരെ ബാക്ക് സൈഡ് കൂടെയാണ് കയറി വന്നത്. ഇതാണ് ശരിക്കും എൻട്രി കേട്ടോ. എനിക്ക് കുറച്ചും കൂടെ നല്ലോണം വിശേഷങ്ങൾ പറഞ്ഞ ഒരു വീഡിയോ പിന്നെ ഇവിടെ തന്നെ എടുക്കണമെന്നുണ്ടായിരുന്നു. എനിക്കിനി വേറൊരു സ്ഥലത്തും കൂടെ പോകാനുണ്ട്. അതുകൂടാണ്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഉള്ള കാരണം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അടുത്ത പുതിയ ഇതുപോലത്തെ എന്താ പറയുക, നിങ്ങൾ സിംഗപ്പൂർ കാണാത്ത ഇങ്ങനത്തെ കുറേ വീഡിയോസായിട്ടായിരിക്കും ഞാൻ വരുന്നത്. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേര് മറക്കണ്ട, സനൂപ്സ് വ്ലോഗ്. അപ്പോൾ ഓക്കെ, ബൈ.